ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായൊരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ മർദ്ദിച്ചിരിക്കുകയാണ്. ഇതുവരെയുള്ള വിവിധ സീസണുകളിലായി 2 പേർ സഹമത്സരാർത്ഥിയെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ പുറത്തായിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ച് ഒരാൾ പോലും പുറത്തായിട്ടില്ല. ആദ്യമാണിങ്ങനെ. റോക്കിയാണ് ഇപ്പോൾ സിജോയുടെ മുഖത്തടിച്ചതിൻ്റെ പേരിൽ ഹൗസിൽ നിന്നും പുറത്തു പോകാനായി നിൽക്കുന്നത്. സിജോയും റോക്കിയും തമ്മിൽ രാവിലെ മുതൽ ഭക്ഷണത്തെ ചൊല്ലിയും പഴയ പല പ്രശ്നങ്ങളുടെ പേരിലും തർക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ സിജു പിന്നിൽ നിന്നും തന്നെ കുത്തിയെന്ന് റോക്കി ആരോപിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ മുതൽ പുകഞ്ഞു തുടങ്ങിയതാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ. രാവിലെ മുതൽ സിജോയുമായി മാത്രമല്ല അപ്സരയുമായി റോക്കി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സിജോയും റോക്കിയും തമ്മിൽ പഴയ പ്രശ്നങ്ങൾ വലിച്ചിട്ട് തർക്കിക്കുന്നതിനിടയിൽ കുണുവാവ് എന്ന് വിളിച്ച് സിജോ റോക്കിയുടെ താടിയിൽ പിടിക്കുന്നുമുണ്ട്. അതിഷ്ടപ്പെടാതെ റോക്കിയും സിജോയുടെ താടിയിൽ തട്ടി. എന്നിട്ടും വാക്കുതർക്കം അവസാനിച്ചില്ല. അപ്പോഴാണ് ധൈര്യമുണ്ടെങ്കിൽ തൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ സിജോയെ റോക്കി വെല്ലുവിളിച്ചത്. ഉടൻ സിജോയെ തോളത്ത് കൈവച്ചു. അപ്പോഴാണ് റോക്കി സിജോയുടെ കവിളിൽ ആഞ്ഞിടിച്ചത്. ഉടൻ ഹൗസിലെ മറ്റംഗങ്ങൾ ഓടി വന്ന് 2 പേരെയും പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. റോക്കിയുടെ ഇടി കൊണ്ട ശേഷം സിജോ ഒന്നും തന്നെ പ്രതികരിക്കാതെ നിശ്ചലനായി നിൽക്കുകയായിരുന്നു. ഇടിച്ച ശേഷം പ്രകോപിതനായി റോക്കി സിജോയുടെ രോക്ഷാകുലനായി പലതും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. എല്ലാം കയ്യിൽ നിന്നും പോയെന്ന് മനസ്സിലായതോടെ താൻ ഹൗസിൽ നിന്നും പോവുകയാണെന്ന് അസീർ റോക്കി സഹമത്സരാർത്ഥികളോടായി പറഞ്ഞു. ഉടൻ ബിഗ് ബോസ് റോക്കിയെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. സിജോയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തൻ്റെ പല്ലിനും മുഖത്തിൻ്റെ പല ഭാഗത്തും വേദനയുള്ളതായി സിജോ മെഡിക്കൽ സംഘത്തോട് പറഞ്ഞു. എന്നാൽ കുറച്ചു നേരം കഴിയാതെ ഒന്നും പറയാനാവില്ലെന്നും റെസ്റ്റ് എടുക്കണമെന്നുമാണ് സിജോയുടെ മെഡിക്കൽ സംഘം നിർദ്ദേശിച്ചത്. കൺഫെഷൻ റൂമിൽ എത്തിയതോടെ റോക്കി നിയന്ത്രണമില്ലാതെ പൊട്ടിക്കരയുന്നതാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ഞാൻ അവനോട് പറഞ്ഞതാണ് എൻ്റെ ദേഹത്ത് തൊടരുതെന്ന്. ദേഹത്ത് തൊട്ടാൽ എൻ്റെ കൈ അറിയാതെ പൊങ്ങും. ഞാൻ ചെയ്തത് തെറ്റാണ്. അതുകൊണ്ട് ഞാൻ പോകാൻ തയ്യാറാണ്. എൻ്റെ 6 വർഷത്തെ സ്വപ്നമാണ് കയ്യിൽ നിന്നും ഇപ്പോൾ പോയത്. 100 ദിവസത്തെ വസ്ത്രവും കൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഹീറോയായി ഹൗസിൽ നിന്നും ഇറങ്ങണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ വെറും സീറോയായാണ് പുറത്തേക്ക് പോകുന്നത്. സിജോയോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് എൻ്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എന്നെ ആക്രമിക്കുകയായിരുന്നു. വാഴയാണെന്ന് എന്നെ ആരും വിളിക്കാതിരിക്കാനാണ് ഞാൻ ഇത്രയും ആക്റ്റീവായി അവിടെ നിന്നത്. എൻ്റെ ഉറക്കം പോലും ഇപ്പോൾ ശരിയല്ല. ഞാൻ എത്ര ന്യായീകരിച്ചാലും ചെയ്ത തെറ്റല്ലാതാകില്ല. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. റോക്കി തോറ്റു. എന്നെ ബിഗ് ബോസ് പുറത്താക്കിക്കോളൂ. ഞാൻ തയ്യാറാണ് പോകാനായി എന്ന് പറഞ്ഞാണ് റോക്കി കൺഫെഷൻ റൂമിലിരുന്ന് പൊട്ടിക്കരഞ്ഞും സ്വയം മുഖത്തടിച്ച് വേദനിപ്പിച്ചും ബിഗ് ബോസിനോട് തുറന്നു പറഞ്ഞത്. റോക്കി കൺഫെഷൻ റൂമിലിരുന്ന് കരയുന്നത് പുറത്തു നിന്നും മറ്റ് മത്സരാർത്ഥികൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഋഷി, അർജുൻ അടക്കമുള്ളവർ റോക്കി സിജോ വഴക്ക് നേരിട്ട് കണ്ടതിൻ്റെ ആഘാതത്തിലാണ്. ഇപ്പോഴിതാ റോക്കി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടുവെന്നത് ബിഗ് ബോസ് തന്നെ അറിയിച്ചിരിക്കുകയാണ്.